ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കത്തോലിക്ക സഭയും CPIയും ഏറ്റുമുട്ടുകയാണോ അതോ സഭയുടെ ഇരട്ടത്താപ്പ് CPIയും തുറന്നു കാട്ടുകയാണോ? ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പമെന്ന് BJPയെ വിമർശിച്ച തലശ്ശേരി ബിഷപ്പ് പിന്നീട് അമിത്ഷായെ പുകഴ്ത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. MV ഗോവിന്ദനെ ഗോവിന്ദച്ചാമിയാക്കുന്ന പ്രതികരണം സഭയ്ക്ക് ചേർന്നതാണോ? സഭാവസ്ത്രം അണിയാനാകാതെ, കൊന്ത പുറത്തു കാണിക്കാനാകാതെ, ബൈബിൾ കയ്യിൽ കരുതാനാകാതെ ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമൊക്കെ സേവന പ്രവർത്തനങ്ങളിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ അഴിക്കുള്ളിലാക്കിയവരെ ഇത്ര വേഗം സഭാ നേതൃത്വം മറന്നു. മൂന്നാം പിണറായി സർക്കാർ വരാതിരിക്കാനുള്ള MV ഗോവിന്ദന്റെ നീക്കമെന്ന രാഷ്ട്രീയ പ്രതികരണത്തിന്റെ മൂർച്ച സഭയ്ക്ക് കേന്ദ്ര സർക്കാരിനെയും BJPയും വിമർശിക്കുമ്പോൾ ഇല്ലാത്തത് എന്താണ്? ഭരിക്കുന്നവരെ പിണക്കില്ല എന്നതാണ് നിലപാടെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നവരോടുള്ള വിരുദ്ധ നിലപാടിന് കാരണം എന്താണ്? വഖഫ് ഭൂമിക്ക് ശേഷം ക്രിസ്ത്യാനികളുടെ സ്വത്ത് പരിശോധിക്കണമെന്ന ഓർഗനൈസർ ലേഖനവും അന്വേഷണ ഏജൻസികളെ കൊണ്ടുള്ള വിരട്ടലുമാണോ സഭയെ പിന്തിരിപ്പിക്കുന്നത്? അതിരുവിട്ടത് ആര് എന്നതാണ് ചോദ്യം. കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടർ 7:30 ശേഷം ഫാദർ ഫിലിപ്പ് കവിയും ചർച്ചയിലുണ്ടാകും. N. ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടത് സഹയാത്രികൻ, N. P. ചിക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ലാൽകുമാറിലേക്കാണ്. അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇപ്പോൾ RSSന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി സഭ ഇങ്ങനെ പ്രതികരിക്കുന്നു. അത് സഭയുടെ മൊത്തം പ്രതികരണമായിട്ടാണോ പാംപ്ലാനിയുടെ പ്രതികരണമായിട്ടാണോ CPM കാണുന്നത്? അല്ല, CPM ഈ വിഷയത്തിൽ എങ്ങനെയാണ് അതിന് കാണുന്നതെന്ന് അവർ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്കത് അറിയില്ല. ഇതിന് എല്ലാം ഒരു അങ്കുലം മാറി നിന്ന് ഒരു CPM സഹയാത്രികൻ കാണുന്നത്, അല്ലെങ്കിൽ സാധാരണ കാണുന്നത് പോലെ തന്നെ മറ്റുള്ളവർ കാണുന്നത് പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. ഒരു മതനിരപേക്ഷ മനുഷ്യൻ കാണുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കാമെന്ന് വരുന്നത്. ഇവിടെ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്നത് ക്രിസ്ത്യാനികൾ പറയുന്നത് BJPക്കാർ പറയുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളാണ്. ക്രിസ്ത്യാനി എന്നുള്ളത് ഞാൻ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്രിസ്ത്യാനികൾ ബ്ലാങ്കറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എൻ്റെ. നോക്കൂ, ഈ റബ്ബറിന് 300 രൂപ കിട്ടിയാൽ നമ്മളുടെ രാഷ്ട്രീയം ഇച്ചിരൂടെ വ്യക്തമാക്കി BJPക്ക് അനുകൂലമാക്കുമെന്ന് പറഞ്ഞത് ഇവരാണ്. ഈ ആത്മീയ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ റബ്ബറിൻ്റെ വിലയും അതിൻ്റെ രാഷ്ട്രീയവും അത് BJPയുമായിട്ട് കൊണ്ട് മുട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇവരെത്തി എന്നുള്ളതാണ് സത്യം. ഒന്നത്. രണ്ട്, നോക്കൂ, BJP ഇപ്പം ഗോവിന്ദ മാസ്റ്ററിനെ ഇവർ വിശേഷിപ്പിച്ചത് ഈ ഗോവിന്ദച്ചാമിയുമായിട്ട് ചേർന്നാണ്. ഗോവിന്ദച്ചാമിയുമായിട്ട് ചേർന്നതിന് നമ്മൾ നിശ്ചയമായും പ്രതികരിക്കും. അത് പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം തന്നെ ഉണ്ടാവും, താമസിക്കത്തില്ല. പക്ഷേ ധൈര്യമുണ്ടോ, ഇവർക്ക് നട്ടലുണ്ടോ ഇത് അമിത്ഷായ്ക്കെതിരെ എന്ന് പറയാൻ? ഇവരുടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയല്ലോ അല്ലേ, അടി കൊടുത്തല്ലോ അല്ലേ, എന്ത് പറയുന്നവർ? നോക്കൂ, ഛത്തീസ്ഗഡിൽ BJP സർക്കാർ ഭരിക്കുന്നു. BJP സർക്കാർ ഭരിച്ച് ഈ 2 സിസ്റ്റർമാരെ പിടിച്ചോണ്ട് പോയി. അത് ലോകത്തില്ലാത്ത ചാർജസ് എല്ലാം ചാർജ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വലിയ പ്രക്ഷോഭം പാർലമെന്റിൽ ഉൾപ്പെടെ കോൺഗ്രസ് CPM ഉള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കി. അത് മതനിരപേക്ഷ മനുഷ്യർ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുന്നു, ഈ പറയുന്ന CPMൻ്റെ ആൾക്കാർ പ്രതികരിക്കുന്നു, എല്ലാവരും പ്രതികരിക്കുന്നു. അതിനെ തുടർന്ന് ഒരു വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അത് മാത്രമല്ല, കേരളത്തിൽ BJPക്ക് ഇപ്പം കുറേ നാളുകളായി ഈ പറയുന്ന സഭകളുമായി ഒരു കൂട്ടുകെട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇവിടെ രാഷ്ട്രീയമായി നഷ്ടം വരും എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും കൂടെ അങ്ങോട്ട് ഓടി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു വലിയ ഇടപെടലുണ്ടാകുകയും ആ ഇടപെടലിനെ അനുസരിച്ച് ജാമ്യം കിട്ടുകയും എന്ന് പറയുന്നത്. അതാണല്ലോ സംഭവിച്ചത്, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. നോക്കൂ, ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് കേന്ദ്ര സർക്കാർ ഇടപെട്ടാണ് ജാമ്യം കിട്ടിയത് എന്ന് പറയുന്നു. അപ്പോൾ ഈ BJP പിടിച്ചിട്ടത് പ്രശ്നമില്ല അവർക്ക്. കേന്ദ്ര സർക്കാർ ഇടപെട്ട് ജാമ്യം കൊടുത്തതാണ് അവർക്ക് ഇച്ചിരൂടെ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നത്. അവർ പറഞ്ഞ വാക്ക് പാലിച്ചു. ഈ പറയുന്ന മതസ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ? ആർട്ടിക്കിൾ 25 26 ഇവർക്ക് ബാധകമല്ലേ? ഇവർക്കത് പ്രശ്നമല്ലേ? ആർട്ടിക്കിൾ 30 ഇവർക്ക് ബാധകമല്ലേ? ഇതൊന്നും ഇവിടെ പറ്റുന്നില്ല. പല സംസ്ഥാനങ്ങളും ഒഡീസ പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇവിടെ പറ്റുന്നില്ല. ഈ മതസ്വാതന്ത്ര്യം ഇവർക്ക് ഇത് പ്രചരിപ്പിക്കാനും ഇത് മനുഷ്യരിലേക്ക് എത്തിക്കാനും ഫോഴ്സ്ഫുൾ കൺവേർഷൻ മാത്രമേ സ്മൃതി ഈ രാജ്യത്ത് ബാൻ ചെയ്തിട്ടുള്ളൂ. ഫോഴ്സ്ഫുൾ കൺവേർഷൻ. ഞാനിപ്പോൾ നാളെ രാവിലെ എനിക്ക് ക്രിസ്ത്യാനിയാണോ എന്ന് തീരുമാനിച്ചാൽ എനിക്ക് ക്രിസ്ത്യാനി ആകുന്നതിന് എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ മുസ്ലിം ആകുന്നതിന് എന്താണ്, എവിടെയാണ് തടസ്സം? ഭരണഘടന ഒരു തടസ്സവും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മതപ്രചരണം നടത്താനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. 7 കഴിഞ്ഞു. അഡ്വക്കേറ്റ് N. ലാൽകുമാർ, 7 കഴിഞ്ഞു. 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 7
അതെ, അല്ല അതിന് നോക്കൂ, ലിമിറ്റേഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മളതിനെ ഗെറ്റ് ഓവർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പ്രചരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടും ഫോഴ്സ്ഫുൾ കൺവേർഷനും എതിരെയാണ് ഈ നിയമങ്ങളെല്ലാം. ഞാനത് ഗൗരവത്തിൽ തന്നെ പറയാം. ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഈ പറയുന്ന വിഷയം കഴിഞ്ഞ് നമ്മൾ നോക്കൂ, വലിയൊരു ജനകീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവർക്ക് ജാമ്യം കിട്ടുന്നു. അമിത്ഷാ പറയുന്നു അവർ ഒരു കാരണവശാലും ജാമ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രോസിക്യൂഷൻ പറയില്ല എന്ന് പറയുന്നു. എന്നിട്ടും അവരുടെ നിലപാട് ഇവർക്ക് ജാമ്യം കൊടുക്കരുതായിരുന്നല്ലോ. സ്മൃതി അടങ്ങുന്ന ആൾക്കാർ ഇവിടെ ചർച്ച ചെയ്തതാണ്, പല തവണയായിട്ട് ചർച്ച ചെയ്തതാണ്. ഈ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ കോടതി അതിൻ്റെ മെറിറ്റ് കണ്ട് കോടതി ജാമ്യം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ജാമ്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ നേരെ BJPയുടെ ഓഫീസിൽ പോയി കേക്ക് മുറിച്ച് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെയും അല്ലെങ്കിൽ BJPയുടെ കൂട്ടുകാർക്കും ഇവർ കേക്ക് മുറിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പറയുന്നത് വലിയ രീതിയിൽ ഇടപെട്ടു. ഈ പറയുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ജാമ്യത്തിൻ്റെ ആവശ്യം വരുന്നില്ലായിരുന്നല്ലോ. ഉണ്ടോ? അത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ബജ്റംഗ് ദൾ അത് കഴിഞ്ഞ് ഒഡീസയിലെ ക്രിസ്ത്യാനി പുരോഹിതന്മാരെയും സ്ത്രീകളായ കന്യാസ്ത്രീമാരെയും ഓടിച്ചിട്ടടിച്ചു. 70-80 പേരോ കൂട്ടിച്ചേർന്ന് അടിച്ചതെന്ന് പറഞ്ഞത്. ഒരു പ്രശ്നവും ഇല്ല ആൾക്കോ, ചുമ്മാതെ എവിടെയൊക്കെയോ ഒരു സ്റ്റേറ്റ്മെന്റ് പോയി. ഇതാണ് സത്യം. നമ്മൾ നോക്കൂ, നമ്മൾ പ്രതികരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സംഘപരിവാർ എന്ന് പറഞ്ഞ ബലം ഈ പറയുന്ന ആൾക്കാരെ പിടിക്കുന്നത് വഴി നോക്കൂ, ബാക്കിയുള്ള മനുഷ്യരെ കൂടെ പിടിക്കാനായിട്ട് നമ്മൾ അവസരമുണ്ട്. ഇവരെ പിടിക്കുന്നത് ഇവർക്ക് തന്നെ കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നത്. അവർക്ക് അടിച്ചോ, ഈ ശ്രീനിവാസൻ ഒരു സിനിമയ്ക്കകത്ത് എൻ്റെ വലത്തെ കയ്യിൽ അടിച്ചു, എന്നാൽ ഇടത്തെ കയ്യിൽ ചെവിക്കലിലൂടെ അടിച്ചോ, കുഴപ്പമില്ല, നീ എത്ര വേണേ അടിച്ചോ, ഞാൻ അന്നാ ഇനി മുരിങ്ങയ്ക്കാവിയൽ ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന പോലെ ഇവർ നിൽക്കുന്നതെങ്കിലും നമുക്കങ്ങനെ നിൽക്കാൻ പറ്റാത്തതിന് കാരണം ഇത് നാളെ നമ്മളെ തേടി വരും എന്നുള്ളത് കൊണ്ടാണ്. ഈ മതനിരപേക്ഷ രാഷ്ട്രത്ത് നമുക്ക് രാഷ്ട്രീയം പറയാനും മതം പറയാനും പ്രചരിപ്പിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതെ, ഇവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് വഴി നമുക്കൂടെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന സാഹചര്യം വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരോടൊപ്പം നിൽക്കുന്നത്. അല്ലാതെ ഇവരോടുള്ള ആത്മാർത്ഥമായി ഇവരെ പറഞ്ഞ് നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞ് ചെവിക്കൽ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ അടുക്കൽ വീണ്ടും വന്നാൽ നിങ്ങൾ എന്തിനാ പോകുന്നത് ചോദിക്കാനുള്ളതുകൊണ്ടല്ല. നമുക്കതിനൊരു വലിയ രാഷ്ട്രീയമുള്ളതുകൊണ്ടാണ് ഗോവിന്ദമാഷിന്റെ സ്റ്റേറ്റ്മെന്റിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇവരെന്തോ കാണിക്കുന്നേ? നാണോ ഇവർക്ക്? സത്യം പറഞ്ഞ് പോയി അടി മേടിക്കാൻ നാണുണ്ടോ? എന്നിട്ട് ഈ പറയുന്ന കൂട്ടർക്കെതിരെ ഒരക്ഷരം പറയാനുള്ള ഒരു പേടിയുണ്ടല്ലോ, ഒരക്ഷരം പറയാൻ ഇവർക്കൊരു പേടിയുണ്ടല്ലോ. എനിക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല, ഞാനത് പറഞ്ഞു എഴുതിട്ട് പോകത്തുള്ളൂ. ഇതിന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കുറേ നാളുകളായി ഈ കേരളത്തിൽ നടക്കുന്ന ഈ പറയുന്ന മതപുരോഹിതർ, അങ്ങനെ തന്നെ എടുത്ത് ഞാൻ പറയും, മതപുരോഹിതരുമായി ബന്ധപ്പെട്ട് പല കാര്യത്തിനും ഇവർ BJPയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിൽ ഇവരെന്തൊക്കെയോ ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്നത് നോക്കൂ, നമുക്ക് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണോ ഇവർ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവർ ഈ പറയുന്നത് ഓർഗനൈസറിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓരോ കാര്യങ്ങൾ ഇവരെ ചേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഇവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല ഘട്ടത്തിലും ഇവരുടെ പൊസിഷൻ ഇവർ കോംപ്രമൈസ് ചെയ്യുന്നത്. ഇവരുടെ പൊസിഷൻ ഇവർ കോംപ്രമൈസ് ചെയ്യുന്ന വഴി സത്യത്തിൽ മതനിരപേക്ഷ പൊസിഷൻ കോംപ്രമൈസ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 25-ൻ്റെയും 26-ൻ്റെയും ഈ പറയുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ പ്ലാംപ്ലാനി നാളെ പോയി അടി വാങ്ങിച്ചോ. ഞാൻ പണ്ടൊരു ചർച്ചയ്ക്കകത്ത് മീഡിയ വണ്ണിൽ ഇരുന്നിട്ട് ഇത് പറഞ്ഞതാണ്, നിങ്ങൾ അടി വാങ്ങിക്കും, കാര്യം നിങ്ങൾ ഈ നിലപാടാണ് എടുക്കുന്നതെങ്കിൽ അടി വാങ്ങിക്കും, ഞങ്ങൾ ഉറപ്പായിട്ടും അടി വാങ്ങിക്കും. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞ് ഞങ്ങളെ പിടിക്കാൻ ഇവർ വരും. നിങ്ങളെ പിടിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് കാര്യം നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. കുനിച്ച് നിർത്തി ഇടിക്കുമെന്നാണ് ഞാൻ അന്നത്തെ പ്രയോഗത്തിൽ ഞാൻ ഉപയോഗിച്ചത്. സത്യസന്ധമായ കാര്യമാണ്, കുനിച്ച് നിർത്തി ഇവർ ഇടിക്കും. അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ക്രിസ്ത്യാനികളായ മനുഷ്യർക്കുണ്ടല്ലോ, സാധാരണപ്പെട്ട മനുഷ്യർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മതപുരോഹിതന്മാർക്കാണ് പലർക്കും മനസ്സിലാകാത്തത്. അത് വഴിയേ മനസ്സിലായിക്കോളും. കാര്യം അതിനുള്ള പണിയാണ് അവിടെ. ബജ്റംഗ് ദൾ കേരളത്തിലില്ലല്ലോ സ്മൃതി. ബജ്റംഗ് ദൾ കേരളത്തിലില്ലാത്തത് കൊണ്ട്, അത് മാത്രമല്ല അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു വലിയ വിഭാഗം ഇവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് ആ പ്രശ്നമില്ല. അവർ അടി മേടിക്കുന്നുണ്ട്. ഇപ്പൊ പ്രശ്നമില്ല. രണ്ടാമത്തെ അടിക്കാത്തവർക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ശ്രദ്ധിച്ചോ? വലിയ പ്രശ്നമില്ലായിരുന്നു. രണ്ടാമത്തെ അടി എന്ന് പറയുന്നത് പാസ്റ്റർമാരാണ്. രണ്ട് വിഷയങ്ങളാണ്. അതിനെ സഭ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം വേറെ കിടക്കുന്നതാണല്ലോ. നോക്കൂ, അതാണ് പ്രശ്നം. നമ്മൾ അതാ പറഞ്ഞത്, നമ്മൾ പെന്തക്കോസുകാരുടെ കാര്യം പറഞ്ഞാലും മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാലും നമ്മൾ നമ്മുടെ മനസ്സൊന്നിലാണ് നിൽക്കുന്നത്. അത് കത്തോലിക്കനായതുകൊണ്ട് മാർത്തോമയായതുകൊണ്ട് നമുക്ക് വേറെ ഇല്ല. പക്ഷെ ഇവർക്ക് ആ പ്രശ്നമുണ്ട്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ, മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവരുടെ കാര്യം എന്ന് പറയുന്നത് മാത്രമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ കാര്യം എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലിരിക്കുന്നു. ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധിയാണ്. ശ്രീ ചാക്കോ കാളംപറമ്പിൽ, നിങ്ങൾക്ക് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, കന്യാസ്ത്രീകളെ ആക്രമിച്ച ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അനുഭവിച്ച കാര്യങ്ങൾ അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇനി തിരിച്ചങ്ങോട്ടേക്ക് പോകാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അതിനോട് പ്രതികരിച്ച രീതി, അതിനുശേഷം അവർ ജയിൽ മോചിതരായപ്പോൾ പറഞ്ഞ സ്തുതി, അതാണ്
ഒരു രാഷ്ട്രീയ പ്രതികരണമായി MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ നിങ്ങൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങൾ അമിത്ഷായെ വിമർശിച്ച അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ഭാഷയാണോ ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുമ്പോൾ ഉപയോഗിച്ചത്? എങ്ങനെയാണ് ഗോവിന്ദച്ചാമി എന്നൊരു പ്രയോഗം MV ഗോവിന്ദനെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഉയർത്താനാവുക? സ്മൃതി, അടിസ്ഥാനപരമായിട്ട് ഒരു വിഷയം, ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിന് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളും അറസ്റ്റും അതിനുശേഷം അതിന് ജാമ്യത്തിന് വേണ്ടിയുള്ള വലിയ പ്രതിഷേധങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സഭയുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായി. അതിനകത്ത് തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്നുള്ളത് BJPയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ MP-മാരും ഇവിടുത്തെ വലതുപക്ഷ MP-മാരും എല്ലാവരും ഒരുപോലെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ പ്രശ്നം തീരണം, അവർക്ക് ജാമ്യം കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും അതിനുവേണ്ടി എല്ലാവരും നിലകൊണ്ടു. അത് നല്ല കാര്യമാണ്, അവർ വരെ കുഴപ്പമില്ല. പക്ഷേ അതിനുശേഷം ആ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ജാമ്യം കിട്ടുന്നത് വരെ കേന്ദ്ര ഗവൺമെൻറ്റിനോടും അതുപോലെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോടും ഭരണ സംവിധാനങ്ങളോടും ശക്തമായി സഭ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ഇത് തെറ്റാണ്, ഇവിടെ നീതി നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ജാമ്യം കിട്ടുവാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുകയും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട ശേഷം ആ വിഷയം അവരോടുകൂടി ചേർന്നത് തീർക്കുകയും ചെയ്തപ്പോൾ ആ ജാമ്യം അനുവദിച്ചതിൻ്റെ പേരിൽ ഈ ജാമ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് ആ വിഷയം തീർക്കാനായിട്ട് അപ്പോൾ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്ത്രിക്കും കോടതി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അവിടെ പ്രോസിക്യൂഷൻ കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എതിർത്തില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നു. പക്ഷേ കോടതി എന്ന് പറയുന്നത് നീതിന്യായം നടപ്പാക്കാനുള്ള ഒരു സംവിധാനമാണല്ലോ. അതിനെയല്ല വിശ്വസിക്കുന്നത്. കോടതിക്കും അപ്പുറത്താണ് കേന്ദ്ര സർക്കാർ എന്നുള്ള നിങ്ങളുടെ ഒരു വിധേയത്വം അതിൽ പ്രകടമാണോ ആ പ്രയോഗത്തിൽ എന്നുള്ളതാണ്. അതാണ് MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത്. കാരണം അത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് പിന്നീട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ പ്രതികരണം. ശ്രീ ചാക്കോ കാളംപറമ്പിൽ, എങ്ങനെയാണ് ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും വിമർശനത്തിൻ്റെ തോത് ഏത് വിധത്തിലാണെങ്കിലും എങ്ങനെയാണ് MV ഗോവിന്ദൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറിയെ ഗോവിന്ദച്ചാമി എന്ന പ്രയോഗത്തിലൂടെ നിങ്ങൾ വിമർശിക്കുക? അത് പോരാഞ്ഞ് അതിലും രാഷ്ട്രീയം കടത്തുകയാണ്. നിങ്ങൾക്ക് ഇവിടെ മൂന്നാം പിണറായി സർക്കാർ വരാതിരിക്കാനുള്ള MV ഗോവിന്ദന്റെ തന്ത്രമാണോ എന്ന് പോലും സംശയിക്കുകയാണ്. സ്മൃതി, ഞാൻ ഒന്ന് പറയുന്നത് പൂർത്തിയാക്കാൻ ദയവായിട്ട് അനുവദിക്കുക, അതിനുശേഷം ചോദ്യങ്ങളാവാം. അതായത് ഇവിടെ ഈ പ്രശ്നം തീരണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ചതെങ്കിൽ ആ പ്രശ്നം തീർന്നു കഴിയുമ്പോൾ കോടതിക്കായാലും അതിനുവേണ്ടി നിലകൊണ്ട MP-മാർക്കാണെങ്കിലും അതിനുവേണ്ടി നിലകൊണ്ട ഭരണ സംവിധാനങ്ങൾക്കാണെങ്കിലും നന്ദി പറയുക എന്ന എല്ലാവരുടെയും കടമയാണല്ലോ. പക്ഷെ അത് നന്ദി പറഞ്ഞത് തെറ്റാണ്, നന്ദി പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ പ്രശ്നം തീരുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വരത്തക്ക വിധത്തിലാണ് ഇപ്പോൾ പല ധ്വനികൾ നടക്കുന്നത്. ഈ ഗോവിന്ദൻ മാഷിൻ്റെ പ്രസ്താവന അതിൽ തന്നെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം നന്ദി പറയുന്നത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിൽ നിലപാടുകളോടാണ് വിഷയങ്ങളോടാണ് സഭയുടെ നിലപാടിൻ്റെ രാഷ്ട്രീയം, വിഷയങ്ങളോടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ സഭയുടെ രാഷ്ട്രീയം. അത് കൃത്യമായി ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു വിഷയമുണ്ടായാൽ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ JB കോശി കമ്മീഷനെ നിയമിച്ചു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ആ കമ്മീഷൻ നിയമിച്ചപ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാതെ മറച്ചു വയ്ക്കുകയും അത് പുറത്തു വിടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനെ വിമർശിക്കുന്നു. അത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ വിഷയങ്ങളോടുള്ള നിലപാടുകളാണ് സഭ എപ്പോഴും സ്വീകരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അത് കേരളത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകൾ സഭ എടുക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അതിൽ അക്ഷമരാകണ്ട. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവർക്ക് ഈ വിഷയം തീരരുതായിരുന്നു എന്ന് ചിന്തിച്ചു പോയാൽ തെറ്റ് പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും എല്ലാം കൂടിയാണെങ്കിൽ വിഷയം തീർന്നോ? അപ്പോഴത്തെ വിഷയം എന്തായിരുന്നു സ്മൃതി? അപ്പോഴത്തെ വിഷയം എന്തായിരുന്നു? ഈ കന്യാസ്ത്രീകളെ അനീതിപരമായി നീതിക്ക് നിരക്കാത്ത വിധത്തിൽ അറസ്റ്റ് ചെയ്ത് വെച്ചു. അത് കേരളത്തിലെ വിവിധ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രി അടക്കം അത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ കാണേണ്ട കാര്യം, അല്ലാണ്ട് കോടതിയല്ല. അങ്ങനെ പറയുന്നതിനെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നീതി നടപ്പാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയും ആ നീതി നടപ്പാക്കാനായിട്ട് ഇച്ഛാശക്തി കാണിക്കുകയും ചെയ്തപ്പോൾ കോടതിയെയും ബന്ധപ്പെട്ട അധികാരികളെയും എല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് എന്തിനാണ് അസ്വസ്ഥത കാണിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സ്വാഭാവികമായിട്ടും ഒരു പരിഷ്കൃത സമൂഹത്തിൽ നല്ലത് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് നീതി പ്രവർത്തിച്ചാൽ അത് നന്മയാണെന്ന് പറയണം, തെറ്റ് ചെയ്താൽ തിന്മയാണെന്ന് പറയണം. എല്ലാത്തിലും രാഷ്ട്രീയം കലർത്തി ആക്രമിച്ചവർ തന്നെ പിന്നീട് അതിന്മേൽ അടുത്ത നടപടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആക്രമിച്ച ശേഷം ഈ നടപടി എടുക്കുന്നവരോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും, അതോട് അത് അവസാനിച്ചു എന്ന് കരുതുകയും ചെയ്യും. അതിനുശേഷമാണല്ലോ ഒഡീഷയിൽ ഉണ്ടായത്. ഇനിയും ഉണ്ടാവില്ല എന്ന ഒരു ഉറപ്പുമില്ല. കാരണം വടക്കേ ഇന്ത്യയിൽ തുടർക്കഥയാണ്. ഏതർത്ഥത്തിലാണ് സ്മൃതി, ഏതർത്ഥത്തിലാണ് ആക്രമിച്ചവർ തന്നെയാണ് നടപടിയെടുത്തതെന്ന് പറയുക? ഛത്തീസ്ഗഡിൽ ഭരിക്കുന്ന ഒരു സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ, കേരളം ഭരിക്കുന്ന മറ്റൊരു സർക്കാർ. ഈ ഛത്തീസ്ഗഡ് നടന്ന ഒരു സംഭവത്തെ
ആയിക്കൊള്ളട്ടെ, സംസ്ഥാന ഗവൺമെന്റിന് അതിൻ്റെതായ ഭരണക്രമവും ഒരു സംവിധാനവും ഉണ്ടല്ലോ, ഭരണ സംവിധാനവും ഉണ്ടല്ലോ, കേന്ദ്രത്തിന് അതിൻ്റെ ഭരണ സംവിധാനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര ഭരണം മാത്രം മതിയല്ലോ. അപ്പോൾ സംസ്ഥാനം ചെയ്ത ഒരു തെറ്റിനെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തിരുത്തുമ്പോൾ ആ സർക്കാരിനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്. അത് രണ്ടും BJP ആണെന്നുള്ളതല്ല. അമിത്ഷാ BJPയുടെ ആഭ്യന്തരമന്ത്രിയല്ല, അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് കേവലം അതായത് ഇനി കന്യാസ്ത്രീകൾക്ക് ഛത്തീസ്ഗഡിൽ പോയി സേവന പ്രവർത്തനങ്ങൾ ഒരു ഭയവുമില്ലാതെ ബൈബിൾ കയ്യിലെടുത്ത് സഭാവസ്ത്രം ധരിച്ച് കൊന്ത കയ്യിലെടുത്ത് പുറത്ത് നടക്കാൻ പറ്റും എന്നാണോ? അവർക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്നത്, ഞാൻ താങ്കളോട് പറഞ്ഞത് അത് തന്നെയാണല്ലോ. ആ അനീതിപരമായി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അനീതിയാണെന്നും അതിനെതിരെ നമ്മൾ പ്രക്ഷോഭം ഉണ്ടാക്കി. അത് തിരുത്തി അവർക്ക് ജാമ്യം നൽകിയപ്പോൾ നമ്മൾ അതിനെ അനുകൂലിച്ചു. ഇനി അതിന്റെ പേരിൽ വീണ്ടും അനീതി വന്നാൽ നമ്മളതിനെ എതിർക്കില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് നമ്മൾ എതിർക്കും. നമ്മൾ അത്തരത്തിലുള്ള എതിർപ്പുകളുമായി മുമ്പിൽ നിൽക്കും. പ്രായോഗികമായ സമീപനത്തെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമി പ്രയോഗം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫാദർ കവീൽ അവിടെ സൂചിപ്പിച്ചത് MP ഗോവിന്ദനെ പോലെയുള്ള ഒരു പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു പാർട്ടിയുടെ സെക്രട്ടറി സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാന്യത ഉണ്ടാവണം. മറിച്ച് അദ്ദേഹം ഗോവിന്ദച്ചാമി പറഞ്ഞതിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല ഗോവിന്ദച്ചാമി ഏത് കേസിൽ അകത്തു പോയതാണെന്ന് നമുക്കറിയാം. അയാളുടെ വാചകങ്ങളൊന്നും നമ്മൾ ആരും കേട്ടിട്ടുമില്ല. അപ്പോൾ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ എങ്ങനെയാണ് MP ഗോവിന്ദനുമായി താരതമ്യം ചെയ്യുക? ഡോക്ടർ ചാക്കോ കളമ്പറിൽ വ്യക്തമാകുന്നേയില്ല. കാരണം നിങ്ങളുടെ കന്യാസ്ത്രീകൾ അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്ന ദൃശ്യം ഈ കേരളമാകെ ആ ദൃശ്യം കണ്ടതാണല്ലോ. എങ്ങനെയാണ് അവരോട് പെരുമാറിയതെന്ന് അല്ലേ നമ്മൾ കണ്ടതല്ലേ? എങ്ങനെയാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്? ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചാണ് അതിൽ പ്രവർത്തിച്ചത്, നമ്മൾ കണ്ടതാണ്. അവിടെയൊന്നും കാണാത്ത രൂക്ഷ പ്രയോഗം നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ നടത്താൻ പറ്റുന്നു? എങ്ങനെ പറ്റുന്നു? ഗോവിന്ദച്ചാമി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ ശ്രുതി. ഗോവിന്ദച്ചാമി നീതിബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ആവരുത് ഒരു പാർട്ടിയുടെ സെക്രട്ടറി നീതിയെക്കുറിച്ച് പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിന് മനസ്സിലാക്കേണ്ടത്? ഗോവിന്ദച്ചാമിക്ക് നീതിബോധത്തെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ല. ആ രീതിയിലായിരിക്കരുത് ഒരു പാർട്ടി സെക്രട്ടറിയുടെ സംസാരം എന്ന് പറയുന്നതിന്. നമ്മളെന്തിനാണ് ഗോവിന്ദച്ചാമിയെ ഈ പാർട്ടി സെക്രട്ടറിയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് വരുത്തി തീർക്കുന്നത്? അത് നിങ്ങൾ തീർക്കുന്നതാണ്. പറഞ്ഞ വാക്കുകൾ വളരെ സ്പഷ്ടമാണ്. ഗോവിന്ദച്ചാമി നീതിബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ആവരുത് ഒരു പാർട്ടി സെക്രട്ടറി വിമർശനം വരുന്നത്. ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, ശ്രീ NP ചെക്കുട്ടി, CPMന്റെ വിമർശനം ഇതിപ്പോൾ പാംപ്ലാനിക്കെതിരെ മാത്രമുള്ള ഒരു പരാമർശമാണ്, അതോ സഭ എടുക്കുന്ന നിലപാടിന്റെ സഭയുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്? കാരണം ഇതിൽ ഒരു തുടർച്ചയുണ്ട്. കാരണം AK ബാലൻ ആദ്യം തലശ്ശേരിയിലെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നു, അതിനുശേഷം VK സനോജിന്റെ വിമർശനം വരുന്നു, അതിനുശേഷം ഇതാ MP ഗോവിന്ദൻ പ്രസംഗിക്കുന്നു. പാംപ്ലാനിയുടെ പരാമർശങ്ങൾ, പാംപ്ലാനി 2 തരത്തിൽ നടത്തിയ പ്രതികരണം, അതിനെയാണ് അതിരൂക്ഷമായി വിമർശിക്കുന്നത്. ആ വിമർശനം ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ്. അതല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് CPMന് മൃദു സമീപനമാണ് എന്ന വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണെന്ന് ഓർക്കണം. അവിടെയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരു നിലപാട്, അത് BJP വിരുദ്ധ നിലപാട് ശക്തമായി CPM പറയുന്നത്. അപ്പോൾ അതെന്താണെന്നാണ് അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ? 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ പിന്നെ സഭയോടുള്ള ഒരു ഏറ്റുമുട്ടൽ സമീപനം ഇപ്പോൾ CPM എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പാംപ്ലാനിയോടുള്ള വിമർശനം യഥാർത്ഥത്തിൽ CPM മാത്രമല്ല, സഭയിൽ തന്നെ പല ആളുകളും അത് ഉന്നയിച്ചിട്ടുണ്ട്. സഭയുടെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ആ നിലപാടിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സഭയ്ക്കകത്തും അത്തരത്തിലുള്ള എന്താ പറയുക അമിതമായിട്ടുള്ള നിലപാടുകളോട് വിയോജിപ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളൊക്കെയുള്ള ആളുകൾക്ക് വലിയ പീഡനങ്ങളിൽ സംഘപരിവാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ അക്രമം നടത്തുന്നത്. ഈ അക്രമത്തിനോടെതിരുള്ള എതിർപ്പ് CPMന്റെ മാത്രം ഒരു കുത്തകയൊന്നുമല്ല. ഇപ്പം ഛത്തീസ്ഗഡ് വിഷയത്തിലായാലും ശരി, അതിനുശേഷമുള്ള വിഷയങ്ങളിലൊക്കെയായാലും ശരി, ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും പ്രധാനപ്പെട്ട എല്ലാ സാമൂഹിക വിഭാഗങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തന്നെ അതിനെ മുക്തകണ്ഠം എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കേന്ദ്ര സർക്കാരിന് തങ്ങളെടുത്ത ആ കാര്യത്തെക്കുറിച്ച് പുനഃപരിശോധന വേണ്ടി വന്നത്. ഇന്ത്യയിലെ മതേതര സമൂഹം പൂർണ്ണമായിട്ടും അതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച CPMന് അക്കാര്യത്തിൽ ഒരു കുത്തകാവകാശമൊന്നും പിന്നെ അവകാശപ്പെടാനില്ല. എന്തുകൊണ്ട് CPM അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ
ഞങ്ങളുടെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിനകത്തൊരു ഭീതി ഉണ്ടാക്കിയിട്ട് വോട്ടെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ ചെയ്യുന്നത്. അത് പലപ്പോഴും അതൊരു തരത്തിലുള്ള പിന്നെ അമിതമായിട്ടുള്ള ഒരു പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വടക്കേ ഇന്ത്യയിലുണ്ടല്ലോ, ഇവിടെയല്ല, വടക്കേ ഇന്ത്യയിലുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടേക്ക് ആ ഭീതി വേണമെന്ന് ചോദിച്ചാൽ ആ ഭീതി ഉണ്ടാക്കിയത് BJP തന്നെയാണ്. ഓർഗനൈസറിലെ ലേഖനം നമ്മൾ കണ്ടതാണ്. പിന്നീട് അത് പിൻവലിക്കുന്നെങ്കിലും പിന്നീടായാലും പല കേസുകൾ അത് പിന്നീട് തേഞ്ഞു മാഞ്ഞു പോയി, അല്ലെങ്കിൽ ഇപ്പോൾ അത് കേൾക്കുന്നില്ല എന്നത് നമ്മുടെ മുന്നിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഭീതിയുടെ സാഹചര്യം അവിടെയുണ്ട്. അത് CPM ഭയപ്പെടുത്തിയിട്ട് വേണം. ഭീതിയുടെ അന്തരീക്ഷം ഞാൻ ചോദിക്കട്ടെ, CPM മാത്രമല്ലല്ലോ, കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിട്ടില്ലേ? പക്ഷേ സഭ എടുക്കുന്ന നിലപാടുകളോട് സഭയ്ക്കകത്ത് ഏതെങ്കിലും ഒരാൾ കേന്ദ്ര സർക്കാരിനെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അമിതമായിട്ട് നടക്കുന്ന ഈ വിമർശനങ്ങൾ, ഈ അറ്റാക്ക്, അത് വളരെ കൃത്യമായിട്ട് സഭയ്ക്കകത്ത് ഒരു ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. സഭ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സാമൂഹിക വിഭാഗമാണ്. അവർക്കിടയിൽ വ്യത്യസ്തമായ നിലപാടുകൾ BJPയോട് പോലും യോജിപ്പുള്ള ആളുകൾ ആ സഭയ്ക്കകത്തുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ഒരു കക്ഷി രാഷ്ട്രീയപരമായ നിലപാടെടുക്കാൻ കഴിയില്ല. നിലപാടുകളുടെ അടിസ്ഥാനത്തിലേ സഭ നിലപാടെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ടു. ആ ഇടപെട്ടത് കൃത്യസമയത്ത് ഇടപെട്ടിട്ടുണ്ട്. പിന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ ഈ ജാമ്യം തടയണം ജാമ്യം കൊടുക്കണമെന്ന നിലപാടിനുണ്ട് അനുകൂലമായിട്ട് ആ സമീപനം എടുത്ത് അത് സർക്കാരിൻ്റെ ഒരു സമീപനം അത് കൃത്യമായിട്ട് കാണാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ഭരിക്കുന്ന കക്ഷികളുമായിട്ട് ഒരു സമുദായത്തെ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് ഗുണം ചെയ്യില്ല. കാരണം ഇന്ത്യയുടെ പല കേരളത്തിൽ മാത്രമല്ലേ CPM ഭരിക്കുന്നുള്ളൂ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭരിക്കുന്നത് BJP ആണ്, പല ഭാഗങ്ങളിലും മറ്റു പാർട്ടികൾ ഭരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ തന്നെ ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷത്തിൽ പോകാൻ ഏത് സഭയും തയ്യാറാവേണ്ടി വരും. അത് മനസ്സിലാക്കിക്കൊണ്ടൊരു സമീപനമല്ല ഗോവിന്ദൻ എടുത്തത്. അത് ഭീതി വളർത്തിക്കൊണ്ട് കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നോളൂ. ഈ പണ്ടാരോ പറഞ്ഞില്ലേ, നിങ്ങളിൽ ഭീതികൾ എൻ്റെ ചുറ്റിലും വന്നു നിൽക്കുക, ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു മറ്റുള്ള ഒരു പ്രയോഗം അതിനകത്ത് ഉണ്ട്. അതൊരു ദുഷ്ടലാക്ക് ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അത് വളരെ മോശമായി പോയി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി, ഞാൻ ഇപ്പോൾ ശ്രീ AK ബാലൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AK ബാലൻ, പാംപ്ലാനിയെ ആദ്യം വിമർശിച്ചത് അങ്ങാണ്. പാംപ്ലാനി തലശ്ശേരിയിലെ ആഭ്യന്തരമന്ത്രി എന്നൊരു പ്രയോഗം താങ്കൾ നടത്തിയിരുന്നല്ലോ. പിന്നെ അങ്ങോട്ട് തുടർച്ചയായി CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ വരികയാണ്. അത് സഭയോട് ആകെയുള്ള വിമർശനമാണോ, അതോ പാംപ്ലാനി എന്ന പിതാവിനോട് മാത്രമുള്ള വിമർശനമാണോ? അല്ല, ചില പിതാക്കളോടുള്ള വിമർശനമാണ്. മാത്രമല്ല, കേരളത്തിൽ നിന്ന് ആദ്യമായി ലോകസഭയിൽ ഒരു BJPക്കാരൻ തെരഞ്ഞെടുക്കപ്പെട്ട് MP ആകുക. ആ MPയെ ആരാണ് പ്രോത്സാഹിപ്പിച്ചത്? ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു MP രൂപപ്പെട്ടത് ആരുടെ സഹായത്തോടു കൂടിയിട്ടാ? ആ ഒരു വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചതാരാണ്? അതിലേക്ക് വഴിവെച്ചതാരാണ്? അവരെ വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഇവര് ഈ പാവപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തോട് 100 വട്ടം മാപ്പ് പറഞ്ഞു കഴിഞ്ഞാലും ചില തിരുവേനിമാർ ചെയ്തിട്ടുള്ള പാപം കഴുകിക്കളയാൻ പറ്റില്ല. പാംപ്ലാനി ഇപ്പം മാത്രമാണോ പറയുന്നത്? റബ്ബറിന് ഇത്തിരി വില കൂട്ടി തന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരു MPയെ ഉണ്ടാക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയും എന്ന് ഈ ബിഷപ്പ് പറഞ്ഞിട്ടില്ലേ? റബ്ബറിന്റെ പാലാണോ അദ്ദേഹത്തിന് വലുത്? അല്ല, കന്യാസ്ത്രീകളുടെ മാനമാണോ വലുത്? അപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാം ശുദ്ധ വോട്ട്കാണ്. അതിനോട് ഒരു ബിഷപ്പിന് യോജിക്കാൻ പറ്റില്ല. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണച്ചിട്ടുണ്ട്, അതൊരു ശരിയാണ്. പക്ഷേ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ കടുത്ത നിലപാട് മാറ്റാൻ അവിടെ അമിത്ഷാ ഇടപെടുന്നു. അമിത്ഷാ എങ്ങനെ ഇടപെടുന്നു? സഭാ നേതൃത്വം അവിടെ പോയി അമിത്ഷായെ കാണുന്നു. ആ ഇടപെടലിന്റെ ഫലമായി പ്രോസിക്യൂഷൻ അവിടെ ഈ ജാമ്യത്തെ എതിർക്കുന്നില്ല. അതിനുള്ള നന്ദി പറയേണ്ടതല്ലേ? ആ ഒരു മാന്യമായ നടപടിയല്ലേ ഞങ്ങൾ എടുത്തത് എന്നാണ് സഭ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ രാഷ്ട്രീയമായി നിങ്ങൾ വിമർശിക്കുക എന്നതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾക്കറിയാലോ. ഇത് NIA കോടതിയല്ലേ?
കോടതിയുടെ തീരുമാനം എടുക്കുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്ന ശുംഭത്തരം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രോസിക്യൂഷൻ സാധാരണ നിലയിൽ എതിർക്കും, ചിലപ്പോൾ അനുകൂലമാവും. എതിർത്ത് കഴിഞ്ഞാലും ജാമ്യം കിട്ടൂല. കണ്ടീഷൻ വെച്ചിട്ട് കോടതിയിൽ നിന്ന് ഒരു വ്യഭിചാര കേസ്, അല്ലെങ്കിൽ ഒരു കൊലപാതക കേസ്, അല്ലെങ്കിൽ ഒരു തെഫ്റ്റ് കേസ് ഗവൺമെന്റ് എതിർത്തിട്ട് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നില്ലേ? അനന്തമായിട്ട് ജാമ്യം നിഷേധിക്കാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. ഇതെന്താ ഈ അപകടകരമായിട്ടുള്ള ഒരു സന്ദേശമല്ലേ ഇപ്പൊ കൊടുത്തിട്ടുള്ളത്? അത് ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചതാ. പലരുടെയും ഞാൻ ചർച്ച കേട്ടു. എന്തോ ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും കാരുണ്യം കൊണ്ടാണ് ജാമ്യം കിട്ടിയെന്ന്. ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള വെല്ലുവിളിയാണത്. ഇവരാണോ തീരുമാനിക്കേണ്ടത് കോടതിയിൽ വെച്ച് ഒരു കേസിന് ജാമ്യം കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്? കോടതിയല്ലേ. ആ കോടതിയുടെ മുമ്പാകെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായി എന്നുള്ളത് കറക്റ്റ്. അത് എതിരായി നിന്ന് കഴിഞ്ഞാൽ കോടതിക്ക് കൊടുക്കണ്ടേ? അല്ലെ, ഇനി കോടതി കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക, അപ്പീൽ പോവില്ലേ? അപ്പോഴും ഹൈക്കോടതിയിലും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലും ഇവരാണോ തീരുമാനിക്കുക? ഇതിനെതിരെ ജുഡീഷ്യറി ശുദ്ധപോഷകത്തിലാണ് ഇത് പറയുന്നത്. ഇനി അങ്ങനെ ഒന്ന് കിട്ടിയെന്ന് വിചാരിക്കുക, എന്നാൽ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിക്കുമാണോ ആദ്യമായിട്ട് അഭിനന്ദനം അർപ്പിക്കേണ്ടത്? ഇത് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ ശക്തമായിട്ടുള്ള ഇടപെടലും പ്രതികരണവും നടത്തിയിട്ടുള്ള പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഒരക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ ഈ ബിഷപ്പ്. എത്ര അച്ഛന്മാർ, എത്ര കന്യാസ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഗോവിന്ദസ്വാമിക്ക് സമമാണ് ഗോവിന്ദ മാഷ് എന്ന് പറയാൻ അങ്ങനെ നാവ് പൊന്തുന്നു. നാവ് എങ്ങനെയാ പൊന്തുന്നത്? ഗോവിന്ദസ്വാമി എന്ന് പറയുന്നത് ബലാത്സംഗം നടത്തി കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു നമ്പർ 1 ഹാബിച്വൽ ഒഫൻഡർ, ക്രിമിനൽ. ആ ക്രിമിനലിനോടല്ലേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഓപിച്ചത്? ഞങ്ങളുടെ വായിൽ നിന്ന് പിന്നെ ഒരു പാർട്ടിന്റെ അന്തസ്സിനെ ബഹുമാനിച്ചിട്ടാ പറയാത്തത് അല്ലേ? ഇതിനേക്കാൾ അപ്പുറമുള്ള ആൾക്കാർക്കെതിരായിട്ട് ചലിക്കുന്ന നാവാ ഞങ്ങളുടെതൊക്കെ. ആദ്യം മനസ്സിലായിക്കൊള്ളണം. എന്ത് തോന്നിയാസവും പറയാന്നാണോ? ഗോവിന്ദസ്വാമിക്ക് സമാണോ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ്? പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വായി തോന്നുന്ന പറയാണോ? ശ്രീ എ കെ ബാലൻ, അങ്ങയോട് സംസാരിക്കാൻ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പോൾ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ ഒന്ന് കൈവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊന്ന് കേൾക്കാം. ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ കേട്ടല്ലോ എ കെ ബാലൻ എന്തുകൊണ്ട് പ്രതികരിച്ചു എന്ന്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വളരെ വിചിത്രമാണ്. ഒരു മന്ത്രിയായിരുന്ന ആൾ കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം ഇവിടുത്തെ മുഖ്യധാരാ പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിക്ക് ഒരു ബിഷപ്പിനെ അവസരവാദി എന്ന് വിളിക്കാം, ഒരു വിഷമവുമില്ല, അത് മാന്യമാണ് പോലും. ഒരു ബിഷപ്പിനെ അവസരവാദി എന്ന് ആവശ്യമില്ലാതെ വിളിക്കുക, ഒരു കാര്യവുമില്ല. ദയവായി സ്മൃതി, താങ്കൾ ബാലനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അങ്ങേയറ്റ സംയമനം പാലിച്ചല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതിനുശേഷം ചോദ്യങ്ങളാവാം. അപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, തൃശ്ശൂരിൻ്റെ ക്രൈസ്തവരുടെ വോട്ടിൻ്റെ കുത്തകാവകാശം മിസ്റ്റർ എ കെ ബാലനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ടിൻ്റെ കുത്തകാവകാശം എ കെ ബാലനാണോ? അത് ക്രൈസ്തവ സമൂഹം തീരുമാനിക്കും. ഏതെങ്കിലും ഒരു ബിഷപ്പ് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നത് ക്രൈസ്തവ സമുദായത്തിൽ പ്രത്യേകിച്ചും ബിഷപ്പുമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയാറില്ല. മറിച്ച് അവിടുത്തെ വിശ്വാസികൾക്ക്, ക്രൈസ്തവ സമൂഹത്തിന് അറിയാം ആ ധാർമ്മിക എന്താണെന്ന്. BJPക്ക് കേരളത്തിൽ MP ഉണ്ടാക്കാൻ പാടില്ല എന്ന് എ കെ ബാലൻ തീരുമാനിച്ചാൽ നടക്കുമോ? അത് ആ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അത് നടന്നു പോകും. അതിന് ക്രൈസ്തവരുടെ മേലെ അത് ആരോപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അതിലുള്ള അസഹിഷ്ണുതയാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതിന് ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ അത് എങ്ങനെയെങ്കിലും ആരും തിരിച്ചു പ്രതികരിക്കാത്ത, അല്ലെ തിരിച്ചു തല്ലാത്ത ആളുകളുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ള മട്ടിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. ഒന്നിടപെട്ടോട്ടെ. തൃശ്ശൂരിൽ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട നടനെ ഇപ്പോൾ കാണാനില്ല എന്ന സഭയിൽ നിന്ന് തന്നെ പ്രതികരണം വന്നിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? തൃശ്ശൂർ ബിഷപ്പാണോ പറഞ്ഞത്? അല്ല,
സാധാരണ ആളുകൾ ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം സഭയായി കാണരുത്. വിശ്വാസ സമൂഹത്തിലെ അംഗങ്ങൾ സഭയിലെ അംഗങ്ങളാണ്. അതേസമയത്ത് അവർക്ക് തനതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവരുടെ നിലപാടുകളുടെ വിഷയങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളാണ്. അത് അവർ ചെയ്യും, നിർവഹിക്കും. അതിനെ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല, അതിൽ അസഹിഷ്ണുതയായിട്ടും കാര്യമില്ല, അതിന് ബിഷപ്പുമാരെ ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ബാലൻ്റെ ഈ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് അവിടെ നിൽക്കില്ല. മൂന്നാമത്തത് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ഗോവിന്ദചാമിയുമായിട്ട് ഇക്വേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ടല്ലേ പറഞ്ഞത്. അത് ഗോവിന്ദചാമി നീതിബോധത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പോലെ ഒരു പാർട്ടി സെക്രട്ടറി പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദചാമിയുടെ ഇക്വേഷൻ അല്ല, ആ തരത്തിലേക്ക് കാര്യങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി. അത് സാമാന്യ ഗതിയിൽ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. എന്തിനാണ് ഈ വിഭാഗീയ രാഷ്ട്രീയം? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷവും ഇതിൽ തീർച്ചയായിട്ടും നന്ദി കാണിക്കേണ്ടതല്ലേ? അപ്പോൾ നന്ദി കാണിച്ചാൽ അപകടമാണ്. ഈ പ്രശ്നം തീരാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന വിധത്തിലാണ് പ്രസ്താവനകൾ. ഒന്ന് കേൾക്കൂ. ഡോക്ടർ ചാക്കോ കളമ്പ്രമിൽ തലശ്ശേരി അതിരൂപതയുടെ പ്രസ്താവനയിൽ പറയുകയാണ്, ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാർ സംഘടനകളുടെയും ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ശക്തിയുക്തം എതിർത്ത് മാർ ജോസഫ് പാംബ്ലാനി നിലപാടുകളിൽ മാറ്റം വരുത്തിയെന്ന രീതിയിലുള്ള വ്യാഖ്യാനം ശരിയല്ല. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന സഭാ നേതൃത്വത്തിന്റെ ആവശ്യം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ല. വർഗീയ ധ്രുവീകരണം ഒഴിവാക്കാനുള്ള സുചിന്തിതമായ നിലപാടാണ് പിതാവ് സ്വീകരിച്ചതെന്ന്. വർഗീയ ധ്രുവീകരണം ഒഴിവാക്കാനുള്ള എന്ത് നിലപാട് എന്ന് മനസ്സിലാക്കാനാകുന്നില്ല. മാത്രമല്ല, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന നിലപാടുകൾ പലപ്പോഴും സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളായി വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ലവ് ജഹാദ് വിഷയം ഉന്നയിക്കുകയും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും നടത്തിയ പിതാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. സ്മൃതി, ഇന്നത്തെ ദിവസത്തിൽ താങ്കൾ ഇത് പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. താങ്കൾ മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ എങ്ങനെ ഇത് പറയുന്നു എന്ന്. ഇന്നും ഒരു കേസ് വന്നിരിക്കുകയാണ്, നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിയിരിക്കുന്ന സോനയെ ആ ആത്മഹത്യ പ്രേരിപ്പിച്ച ഒരു വ്യക്തി ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴും താങ്കൾ പറയുകയാണ് പിതാക്കന്മാർ തെറ്റാണ്. അതൊരു മാസ് ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ ഒരു ആലോചന, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു വിഭാഗം നടത്തുന്നതാണെന്ന് ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചത്. അതെങ്ങനെയാണ് ശരിയാവുക? ആ കേസ് ആര് തള്ളുന്നു? ഇനിയും അത്തരത്തിലുള്ള അബദ്ധങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണരുത്. ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളിലൊക്കെ ഏതൊക്കെ സംഭവങ്ങളാണോ നിങ്ങൾ നോക്കിക്കൊണ്ട് നിരവധി സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അവിടെയൊക്കെ സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്, പുരുഷന്മാർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ആ സംഭവങ്ങളെല്ലാം ലവ് ഉണ്ടായിരുന്നില്ല, മറിച്ച് ജിഹാദി ആത്മഹത്യകൾ നടക്കുകയായിരുന്നു, ജിഹാദി കൊലപാതകങ്ങൾ നടക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാകത്തക്ക വിധത്തിൽ പോലീസ് കേസുകൾ വരെ വന്നു കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ. ഇനിയും അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. അത് മാധ്യമധർമ്മമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തെറ്റ് തെറ്റാണെന്ന് സ്ത്രീകൾ വിവാഹശേഷം വധുക്കൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായ ഒരു കാലം കൂടിയാണിത്. അതേതെങ്കിലും ഒരു വിഭാഗത്തെ, ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം കുറ്റപ്പെടുത്താവുന്ന വിഷയമേ അല്ല. ഡോക്ടർ ചാക്കോ, നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നത്. സ്മൃതി, ഞാൻ ചോദിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി മതപരിവർത്തനം നിർബന്ധിച്ചിട്ട് ആത്മഹത്യ ചെയ്ത കേസുകളൊന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. ഗാർഹിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ടാവാം. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിട്ട് ആത്മഹത്യ ചെയ്ത കേസുകളൊന്ന് ചൂണ്ടിക്കാണിക്കൂ. നമ്മൾ എല്ലാത്തിനെയും ഒരേ ഇതിൽ കൊണ്ട് കെട്ടരുത്. ഒരു തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടുക അല്ല, മതപരിവർത്തനം ആവശ്യപ്പെട്ട് ആത്മഹത്യ ചെയ്ത കേസുകൾ എത്രയുണ്ടെന്ന് താങ്കൾക്ക് എത്ര എണ്ണി പറയാൻ പറ്റും? നിങ്ങളുടെ കയ്യിൽ വലിയ കണക്കുണ്ടോ? ശ്രീ എ കെ ബാലൻ എവിടെ നിന്ന് എവിടേക്ക് എത്തിയെന്ന് നോക്കൂ. അങ്ങ് എടുത്തിട്ടത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഈ വർഗീയ ധ്രുവീകരണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ തലവേദന നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തലവേദന നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കുന്ന തലവേദനയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ശ്രീ എ കെ ബാലൻ, ലവ് ജിഹാദ് ഉണ്ട് എന്ന് ആവർത്തിക്കുന്നു ഇപ്പോഴും. ശ്രീ എ കെ ബാലൻ കേട്ടല്ലോ. ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞേ? അല്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കേസ് ചൂണ്ടിക്കാണിച്ചിട്ടാണ്. മതപരിവർത്തനം ആവശ്യപ്പെട്ടു, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ആത്മഹത്യാക്കുറിപ്പിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ലവ് ജിഹാദ് എന്നൊരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ആത്മഹത്യയാണ്. അതെ, ഈ സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ വളരെ വളരെ കരുതലോടുകൂടി സംസാരിക്കുന്നതായിരിക്കും നന്നാകുക. ഞങ്ങളിവിടെ പറഞ്ഞു, ഈ ഒരു സംഭവം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തം എതിർക്കുന്നതാണ്. എന്നാൽ ചില ബിഷപ്പുമാരുടെ സമീപനം എന്ന് പറയുന്നത് ആരാണ്?
എന്ന് ആരാണ് പറയുന്നത്? ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ അനങ്ങാതിരിക്കും. എന്നാൽ ചില സഭാധ്യക്ഷന്മാരുടെ അനവസരത്തിലുള്ള ചില പ്രയോഗങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അനവസരത്തിലുള്ളത് പറയുമ്പോൾ അത് ഗോവിന്ദചാമിക്ക് സമമാണ് എന്ന് പറഞ്ഞതിനോടാണ് ഞാൻ എതിർത്തത്. ഒരു പാർട്ടി സെക്രട്ടറിയെ ആ രൂപത്തിൽ അപമാനിക്കാൻ നിങ്ങൾക്കൊരധികാരവുമില്ല. അങ്ങനെയുള്ള വാദകങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരിച്ചടി ഉണ്ടാവും. വർത്തമാനം പറയുന്നതിന് ആരും പിന്നോട്ടില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, സഭ ആർക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. ഉണ്ട്, തീരുമാനിച്ചോളൂ. അതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നടൻ ഇപ്പോ ഡൽഹി അത് ആരാ പറഞ്ഞത്? മോശമുള്ള ഒരു ഫാദറാണോ പറഞ്ഞത്? മോശമുള്ള ഒരു തിരുമേനിയാണോ പറഞ്ഞത്? എത്ര ഈ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മാധ്യമങ്ങളിലും താങ്കളൊന്ന് നോക്കൂ. എത്ര മോശ അഭിപ്രായങ്ങളാണ് ചില സഭാ നേതൃത്വത്തിനെതിരായിട്ട് വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ശരി, ശ്രീ എ കെ ബാലൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ ഈ തരത്തിൽ എം വി ഗോവിന്ദച്ചാമി എന്ന പ്രയോഗം അതെങ്ങനെ വരുന്നതാണ് എന്നത് നടത്തിയ ആൾ തന്നെ നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ശ്രീകുമാർ, കോൺഗ്രസ് ഈ വിഷയത്തിൽ പുറമേ നിന്ന് കാഴ്ച കാണുന്ന ഒരു സമീപനമാണ്, അതായത് അവർ തമ്മിൽ തീർക്കട്ടെ എന്നൊരു നിലപാടാണോ എടുക്കുന്നത്? കാരണം എങ്ങനെയാണ് സഭാ നേതൃത്വം പിന്നീട് BJPയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയത്? എത്ര ശക്തമായിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്? ഏതൊക്കെ തരത്തിൽ ഇടപെട്ടു എന്നുള്ളതും കേരളം കണ്ടതാണല്ലോ. നോക്കൂ ശ്രീമതി സ്മൃതി, കോൺഗ്രസ് ഏതെങ്കിലും ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല ഈ വക കേസുകളിലൊക്കെ ഇടപെടുന്നത്. കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് ഏത് സമുദായത്തിന്റെ വ്യക്തികളോടും കാണിക്കുന്ന ഒരു സമീപനം ഇവിടെയും കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ ക്രിസ്ത്യൻ സമുദായവും അതുപോലെ സഭാ നേതൃത്വവും സഭാ വിശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കുന്ന രണ്ടുതരം രാഷ്ട്രീയമാണ്. സഭാ നേതൃത്വത്തിന്റെ കാലാകാലങ്ങളായുള്ള രാഷ്ട്രീയം സഭാ വിശ്വാസികൾ പൂർണ്ണമായും ഏറ്റെടുത്തിട്ടില്ല, ഏറ്റെടുക്കണമെന്നുമില്ല. അതുപോലെ CPM ഓരോരോ കാലത്തും അവര് സമുദായങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. അതൊരു അവസരവാദ സമീപനമാണ്. ഈ അവസരവാദ സമീപനം കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് കോൺഗ്രസ് മൃദു സമീപനം BJPയോട് സ്വീകരിക്കുന്നു, കോൺഗ്രസ് മൃദു സമീപനം ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നൊക്കെ അവർ പറയുന്നത്. ഇവിടെ ഗോവിന്ദച്ചാമി എന്നതിനോട് ഉപമിച്ചതിൽ ഒട്ടും ശരിയല്ല, പൂർണ്ണമായും തെറ്റാണ്. പക്ഷേ ഈ ക്രൈസ്തവ സഭാ നേതാക്കളെ ഫാസിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി നികൃഷ്ടജീവി എന്ന് ഒക്കെ വിളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ തന്നെ പാർട്ടിയും പ്രതികരിക്കേണ്ടതായിരുന്നു. അന്ന് പ്രതികരിച്ചിട്ടില്ല. അത് ഏത് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയാലും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ഇവിടെ കോൺഗ്രസ് കാഴ്ചക്കാരാണോ എന്ന് ചോദിച്ചു. എന്തിനാ ഇവിടെ കാഴ്ചക്കാരാവേണ്ട കാര്യം എന്താ? കോൺഗ്രസ് അല്ലേ ആക്ട് ചെയ്തത്? ശ്രീമതി സ്മൃതി, കോൺഗ്രസിന്റെ MLA എന്റെ സഹോദരനാണെന്ന് ആ കന്യാസ്ത്രീയുടെ സഹോദരൻ പറഞ്ഞ ഓർമ്മയില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശവ്യാപകമായിട്ട് ഒറ്റ നയമല്ലേ ഉള്ളൂ. ആ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ സമീപനവും ഓരോ ഘട്ടത്തിൽ മാറി മാറി എടുക്കാറില്ല. ഇപ്പൊ കേരളത്തില് പള്ളിയെ തള്ളിപ്പറഞ്ഞു വന്നാൽ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാമെന്ന് EMS പറഞ്ഞ ഓർമ്മയില്ലേ? പക്ഷെ അതേ CPM തന്നെ ഇവിടെ മാർ പാമ്പ്ലാനിയെ കുറിച്ച് പറഞ്ഞല്ലോ. പാമ്പ്ലാനിക്കും BJP കേക്ക് കൊടുത്തപ്പോൾ അതിനെ എതിർത്ത CPM നവകേരള സദസ്സുകാലത്ത് പിണറായി വിജയൻ പോയിട്ട് അദ്ദേഹത്തെ കേക്ക് നൽകി ക്ഷണിച്ചില്ലേ? അദ്ദേഹത്തെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ചില്ലേ? അപ്പൊ CPM ഇവിടെ അവസരവാദ സമീപനം കണക്കാക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല ശ്രീകുമാർ. കേക്ക് കൊടുക്കുന്നത് ആരാണ് എന്നതാണ് പ്രശ്നം. ഒരു സ്ഥലത്ത് കേക്ക് കൊടുക്കുന്നു, അപ്പുറത്ത് ആക്രമണം നടത്തുന്നതിനടുത്താണ് പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞ ഈ കേക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്ന് കേരളത്തിൽ ഇപ്പോഴത്തെ തലമുറ അംഗീകരിക്കില്ല സ്മൃതി. കേക്ക് രാഷ്ട്രീയം ഒക്കെ പറഞ്ഞാൽ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു അരമനയിൽ പോയിട്ട് മധുരം കൊടുത്തു കഴിഞ്ഞാൽ ആ മധുരം കൊടുക്കുന്നവരൊക്കെ ആ പാർട്ടിയിൽ ചേരുന്നതാണോ? ഇവിടെ മാർ പാമ്പ്ലാനിയുടെ ചില നിലപാടുകളോട് കോൺഗ്രസിന് ഒട്ടും യോജിപ്പുണ്ടായിട്ടില്ല ചില ഘട്ടങ്ങളില്. കാരണം കോൺഗ്രസിന് മാത്രമല്ല, അങ്കമാലി എറണാകുളം അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം അദ്ദേഹം പണ്ട് BJPക്ക് MP യെ തരാമെന്ന് പറഞ്ഞപ്പോൾ വിമർശിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഒരു യുവ വികാരി ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന, അത് ഏത് വികാരിയാണെന്ന് എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിലുള്ളതാണ്.
അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് എന്താണ്? ആ സമീപനം ശരിയല്ല എന്നുള്ള രീതിയിലല്ലേ? ശരിയാണ്. ഇവിടെ ഗോവിന്ദ മാഷ് മാർ പാമ്പ്ലാനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വ്യക്തമായിട്ടൊരു കാര്യത്തെ പറഞ്ഞിരുന്നു. ഞാന് ബോധപൂർവമാണ് പാമ്പ്ലാനിയുടെ പേര് പറയുന്നത് പറഞ്ഞിരുന്നു. ഈ ബോധപൂർവം എന്ന് പറയേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത്? ഒരു സഭയുടെ നിലപാടാണ് ആ പിതാവ് പറഞ്ഞതെങ്കിൽ ആ സഭയുടെ നിലപാട് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ബോധപൂർവം ആ പേര് ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ വേറെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ. അവരുടെ പാർട്ടിയുടെ ചില അത് സഭയോടുള്ള പൊതു നിലപാടല്ല എന്നും വായിക്കാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയട്ടെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മേജർ ആർച്ച് ബിഷപ്പ് മുനമ്പത്ത് നടത്തിയ പ്രസംഗം എന്താണ്? അദ്ദേഹം പറഞ്ഞത് പരമ്പരാഗത ചിഹ്നത്തിൽ നിന്ന് മാറി ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മടിയില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞാല് അദ്ദേഹം പറഞ്ഞ സഭാ നേതൃത്വം പറയുന്ന കാര്യങ്ങളും സഭാ വിശ്വാസികളുടെ രാഷ്ട്രീയവും രണ്ടായിട്ട് കാണണം. ശരി. സഭാ നേതൃത്വത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അവർ വ്യാഖ്യാനിച്ചോട്ടെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്, കാരണം എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, സഭാ വിശ്വാസികൾക്ക് അറിയുന്ന വിഷയമാണ്. പക്ഷെ വിശ്വാസികളുടെ രാഷ്ട്രീയം എക്കാലത്തും ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിലകൊണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ, ആ ദേശീയ പ്രസ്ഥാനമാണ് പല ഘട്ടങ്ങളിലും അവരെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് കാഴ്ചക്കാരായിട്ട് നിൽക്കാതെ മിണ്ടാതിരിക്കുന്നത്. എന്താണ് കാഴ്ചക്കാരാവേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ നിലപാട് സുവ്യക്തമാണ്. ഏതെങ്കിലും ഒരു ബിഷപ്പ് പറയുമ്പോൾ അത് പിടിച്ചു പറയേണ്ടതല്ല. ഇതിപ്പോ ഡിവൈഎഫ്ഐ എന്തിനാ CPM രംഗത്ത് ഇറക്കിയത്? വെറുതെ ഇറക്കിയതാണോ? അല്ല. ഡിവൈഎഫ്ഐ കൊണ്ട് അഭിപ്രായം പറയിക്കുന്നത് എന്തിനാണ്? സഭയെ പേടിപ്പിക്കാൻ ആണോ? എനിക്ക് സംശയമുണ്ട്. കാരണം അല്ല, ഡിവൈഎഫ്ഐക്ക് ഇവിടെ എന്താ കാര്യം? ശരി, സഭ പറയട്ടെ. ഫാദർ ഫിലിപ്പ് കവീലുണ്ട്, കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ. ഫാദർ ഫിലിപ്പ് കവീലിന്റെ ഭാഗത്ത് നിന്നാണ് ആ പരാമർശം ഉണ്ടാകുകയും ചെയ്തത്. ഫാദർ ഫിലിപ്പ് കവീൽ, ഇപ്പോൾ ഗോവിന്ദച്ചാമി എന്ന പ്രയോഗം MV ഗോവിന്ദനെ വിമർശിക്കുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് CPM-നെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പാമ്പ്ലാനി പിതാവുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നമെങ്കിൽ പാമ്പ്ലാനി പിതാവിനെ സഭയ്ക്കകത്തു നിന്ന് തന്നെ വിമർശിക്കുന്നുണ്ട്, ലോഹയിട്ടവരും അല്ലാത്തവരും വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിലപാടെടുത്ത് രാഷ്ട്രീയമായി നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു നിലപാടിനെ വിമർശിക്കുമ്പോൾ ഈ രൂപത്തിൽ അതിനോട് പ്രതികരിക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, അത് പിണറായി വിജയനെ തോൽപ്പിക്കാൻ MV ഗോവിന്ദൻ നടത്തിയ നടപടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ വീണ്ടും CPM-നകത്തൊരു രാഷ്ട്രീയത്തിൽ കയറി കളിക്കുകയാണ് നിങ്ങൾ. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ രാഷ്ട്രീയം പറയേണ്ട കാര്യമുണ്ടോ സഭയ്ക്ക്? ഇതിൻ്റെ അകത്ത് നേരത്തെ നടന്ന ചർച്ച എനിക്ക് മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല. പക്ഷേ എന്നാലും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ എഴുതി കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണ് MV ഗോവിന്ദൻ നടത്തിയത് സ്ഥലകാല ബോധമില്ലാത്തൊരു പ്രതികരണമാണ് എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ ഗോവിന്ദച്ചാമിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് എന്താണ്, ഈ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന CPM സെക്രട്ടറി എന്ന ആ വലിയ പൊസിഷനിലിരിക്കുന്ന ആൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ അത് വളരെ താഴ്ന്ന നിലയിലുള്ള ഒരാൾ പറയുന്ന രീതിയിലായിപ്പോയി. അദ്ദേഹത്തെ അല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സംസാര രീതിയാണ്. മാർ ജോസഫ് പാമ്പ്ലാനി എന്ന സമുദായത്തിൻ്റെ ഒരു ആർച്ച് ബിഷപ്പിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു ആൾ അദ്ദേഹത്തിൻ്റെ മൊഴികൾ എപ്പോഴും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹം കുറ്റവാളിയാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞ രീതിയിൽ വരരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ CPM സംസ്ഥാന സെക്രട്ടറി എന്താണ് മാറ്റാതിരുന്നത്? അദ്ദേഹത്തിന് ഒരാഴ്ചയെങ്കിലും ഒരു നിലപാട് സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നേക്ക് ഒരു മാസം മുമ്പ് ഇവിടെ ആ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം RSS ബന്ധവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ, അതിനെപ്പറ്റി കേരള മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് ശാസിച്ചില്ലേ? മൈക്ക് കാണുമ്പോൾ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ സ്ഥലകാല ബോധമില്ലാതെ ജൽപ്പനങ്ങൾ നടത്തരുത് എന്ന് ഇവിടെ ആരാണ് പറഞ്ഞത് എന്ന് പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ പിന്നെ എന്താ അത് അങ്ങനെ പറയുന്നത്? CPM സംസ്ഥാന സെക്രട്ടറിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പൊസിഷനെ ബഹുമാനിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ പൊസിഷൻ അനുസരിച്ച് മാന്യമായിട്ടും ബഹുമാനത്തോടെ മറ്റുള്ളവരോടും ഇടപെടണം. ഒരു പാമ്പ്ലാനി പിതാവിനെ അധിക്ഷേപിച്ച് സംസാരിക്കാം, തിരിച്ച് അങ്ങോട്ട് പറയുമ്പോൾ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ ഫാസിസം എന്നൊക്കെ പറയുമ്പോൾ ഫാസിസം നമ്മൾ ഇവിടെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കണ്ട ഫാസിസം ഒന്നും കേരളത്തിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ കണ്ട ഫാസിസത്തോട് ഇത്രയും രൂക്ഷമായ ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുമില്ല. കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കാണിച്ച പ്രതികരണം പറയാമോ? കണ്ടില്ലേ? വളരെ രൂക്ഷമായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
അത് തന്നെ എടുത്തു പറയാം. അഭിനന്ദ മാർ ജോസഫ് അമ്പളാനി പിതാവ് എറണാകുളത്ത് അങ്കമാലിയിൽ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് സ്തുതി പറഞ്ഞു എന്നതാണ് വിമർശനം. ഒരു പ്രത്യേക സ്തുതി എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ്? ഇത് വ്യതിരിക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പാമ്പളാനി പിതാവ് പറഞ്ഞത് എന്താണ്? ഇതിൻ്റെ അകത്ത് BJPയിലെ കേരള ഘടകത്തിൽ നിന്ന് 2 പേര് ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥമായി അവിടെ പോയി സഹകരിച്ചതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും ഞങ്ങൾ മാറ്റി പറയുന്നില്ല. അതേ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ സഹായിച്ചു. ശ്രീ KC വേണുഗോപാൽ, സണ്ണി ജോസഫ് സാറ്, അതുപോലെ റോജി M ജോണ്, സജീവ് ജോസഫ് സാറ്, മറ്റു നേതാക്കന്മാരെയൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ടു, അതൊക്കെ പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഇവർക്ക് നന്ദി പറഞ്ഞത് ഒരു പ്രോഗ്രാമിനിടയ്ക്ക് പിതാവ് പോകാൻ തിരക്കിട്ട് വണ്ടിയെ കയറുന്നതിന് മുമ്പ് അവർ ഓടി വന്ന് ഈ BJP നേതൃത്വത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ അതിന് നന്ദി പറഞ്ഞു. അത് മാത്രം എടുത്തു വെച്ച് പർവ്വതീകരിച്ച് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തന്നെ തെറ്റാണ്. നമ്മളൊരു കാര്യം ഇപ്പം കുറച്ച് നേരം മുമ്പേ അവിടെ 300 രൂപയുടെ കഥ പറയുന്നത് കേട്ടോ, കോൺഗ്രസ് സഹയാത്ര. അതിനെക്കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട്. അത് ആലക്കോട് വെച്ച് കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ ഒരു റാലിയിൽ വെച്ചാണ് പിതാവ് പറഞ്ഞത്. പിതാവ് പറഞ്ഞതിൻ്റെ ഒരു വാചകം മാത്രമേ ഉള്ളത്. പിതാവ് ആദ്യം പറഞ്ഞത് ഇവിടെ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്, പ്രത്യേകിച്ച് റബ്ബർ കർഷകർ. കോൺഗ്രസ്സുകാരൻ കർഷകരെ സഹായിക്കുമെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിനെ സഹായിക്കും, മാർക്സിസ്റ്റുകാർ സഹായിക്കുമെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷത്തിന് സഹായിക്കും. നിങ്ങൾ BJPക്കാർ MP ഇല്ലെന്നുള്ള വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് നടക്കുമല്ലേ? ഞങ്ങളുടെ കർഷകരെ സഹായിക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നാണ് കൃത്യമായിട്ട് പാമ്പളാനി പിതാവ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് BJPയുടെ കാര്യം മാത്രം എടുത്ത് പർവ്വതീകരിച്ച് കാണിച്ചു പിതാവിനെ BJP പക്ഷത്താക്കി. അത് ശരിയല്ല. ഇനി ആ പറഞ്ഞതിൽ തന്നെ എന്താണ് തെറ്റുള്ളത്? ഒരു കർഷകരുടെ കാര്യം പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട ആളാണ് അവിടുത്തെ MP. ആ MP എന്ന് പറയുന്ന കർഷകനെ സഹായിക്കുന്ന ആളായിരിക്കണം. അത് തരാൻ തയ്യാറുള്ളത് ഏത് പക്ഷമാണോ ആ പക്ഷത്തെ സഹായിക്കുമെന്നാണ് പിതാവ് പറഞ്ഞത്. ആ പറഞ്ഞത് ഇന്ന് ഞങ്ങൾ ആ നിലപാടിൽ നിലനിൽക്കുന്നു. അത് BJP ആകട്ടെ, മാർക്സിസ്റ്റ് ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഏത് പാർട്ടിക്ക് സാധ്യതയുണ്ട് ഉപയോഗിക്കുക. ജനാധിപത്യപരമായി അവർക്ക് നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്നവരെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ചോദ്യം. ഒരു പ്രശ്നമില്ല. RSSന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറയില്ല. ഇപ്പോ സാമ്പത്തികമായ ഒരു ആനുകൂല്യം ചെയ്യുന്നു BJP ഗവൺമെന്റ്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് കൊടുക്കും. കൃഷിക്കാർക്ക് റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നു, അതുകൊണ്ട് BJPക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയമല്ല അതിലുള്ളത്, സാമ്പത്തിക താല്പര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എലിമിനേറ്റ് ചെയ്യുക, ഉന്മൂലനം ചെയ്യുക, വംശീയമായ ഏറ്റവും വലിയ ആക്രമണത്തിന് വിധേയമാകുകയാണ് മതന്യൂനപക്ഷങ്ങൾ. അത്തരമൊരു ഘട്ടത്തിൽ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കുന്ന ശക്തമായ ഒരു നിലപാടിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ ഇവരുടെ വാദം? ശരി, അങ്ങനെയെങ്കിൽ ശ്രീ AK ബാലൻ, നിങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിലും അപ്പുറം ഇങ്ങനെയൊന്നുമല്ല അതിരൂക്ഷമായ പ്രതികരണങ്ങൾ, വർഗീയ പരാമർശങ്ങൾ ഇവിടെ യഥേഷ്ടം നടത്തിക്കൊണ്ട് ഒരാൾ നടക്കുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങൾ എന്താണ് അദ്ദേഹത്തെ വിമർശിക്കാത്തത്, അദ്ദേഹത്തിന് നടപടിയെടുക്കാത്തത്, വർഗീയ പ്രസംഗത്തിൽ കേസെടുക്കാത്തത്? എന്നോടാണോ? അതെ. വള്ളാപ്പള്ളി പറയുന്നത് എല്ലാറ്റിനോടും CPI യോജിച്ചിട്ടില്ല. യോജിക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവേദിയിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് വികട സരസ്വതി വായിൽ നിന്ന് വരുന്നോ? ഇങ്ങനെയാണോ സ്നേഹത്തിൽ ഉപദേശം കൊടുക്കേണ്ട പ്രയോഗങ്ങളാണോ അദ്ദേഹം നടത്തുന്നത്? ശക്തമായ ഭാഷയിൽ തന്നെ പിണറായി വിമർശിച്ചിട്ടുണ്ട്, VS വിമർശിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും വിമർശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പറ്റില്ല. പക്ഷെ അദ്ദേഹം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ. അതെ അതെ, ഞാൻ പറയട്ടെ, ഈ പ്രശ്നം ഈ ഒറീസയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ? ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള സംഘപരിവാറിന്റെ വജ്രംഗളുടെ സമീപനം എന്താ? എത്ര രൂക്ഷമാണ്, ഇന്റൻസിഫൈ ചെയ്തിരിക്കുന്നു സാഹചര്യത്തെ. ആ സമയത്താണ് ഈ രൂപത്തിലുള്ള ചില പരാമർശങ്ങൾ അവർ നടത്തുന്നത്. അതിനോടാണ് വിയോജിപ്പ്.
ശരി, ആ വിയോജിപ്പ് വ്യക്തമാക്കുന്നു. ഒന്ന് പറഞ്ഞോട്ടെ. ശരി, ശ്രീ ഫിലിപ്പ് കവീൽ വേഗം ഒന്ന് പറയാമോ? എനിക്ക് ശ്രീ ശ്രീകുമാറിലേക്ക് കൂടി പോകണം. അങ്ങ് പറഞ്ഞതിന് അദ്ദേഹം കൈപൊക്കുന്നുണ്ടായിരുന്നു. ശ്രീ എ കെ ബാലൻ സാറ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതായത് ഈ RSSന്റെ തത്വശാസ്ത്രത്തെ ഒന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. വിഭജനത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള ഒരു വ്യക്തികളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇവിടെ മതന്യൂനപക്ഷങ്ങൾ, അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മുസ്ലിങ്ങൾ, മറ്റ് മതന്യൂനപക്ഷങ്ങൾ, അവരുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് പറഞ്ഞത്. മതത്തിൻ്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്താൻ പാടില്ല. അത് ക്രിസ്ത്യാനിയാകട്ടെ മുസ്ലിം ആകട്ടെ. ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഇന്ത്യൻ പൗരന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തുല്യ അവകാശമാണുള്ളത്. അവിടെ ഉത്തരേന്ത്യയിലായതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ആ കാര്യം ശ്രീ എ കെ ബാലൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഞങ്ങൾ ഇത് ഇപ്പം പറഞ്ഞു വന്നിട്ട് വാദി പ്രതിയായെന്ന് പറഞ്ഞ പോലെയല്ലോ. പാമ്പ്ളാനി പിതാവ് ഇവിടെ RSSന്റെ ആശയങ്ങളെ ഒന്നും അംഗീകരിക്കുകയോ ഏറ്റുപറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഈ കാര്യത്തിൽ, ഈ പ്രത്യേക കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയുന്നത്. പൊതുവായിട്ട് ആരുടെയും BJPയുടെ കക്ഷത്തിൽ കൊണ്ട് ഞങ്ങളുടെ തലയിൽ ഞങ്ങൾ വെച്ചിട്ടില്ല. അതൊന്നും പറഞ്ഞ ആരും അങ്ങനെ മാറ്റി പറയാൻ പാടില്ല. അങ്ങ് പറഞ്ഞതിനോട് ശ്രീകുമാർ വളരെ ചുരുക്കി ഫാദർ കവീലിന് മറുപടി നൽകാം. അല്ല, ഞാന് അദ്ദേഹത്തിന്റെ മറുപടി എന്ന നിലയ്ക്കല്ല, അദ്ദേഹം പറഞ്ഞത് ഈ മാർ പാമ്പ്ലാനിയുടെ റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ട് BJP എംപിയുടെ കാര്യം നമ്മൾ പറഞ്ഞത് അത് സഭയ്ക്കുള്ളിൽ നിന്നൊരു അഭിപ്രായം എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഈ വിഷയത്തിൽ അങ്കമാലി എറണാകുളം അതിരൂപതയുടെ അഭിപ്രായം വന്നത് ബാലിശം എന്നായിരുന്നു. അവർ ഉപയോഗിച്ച പദം സത്യദീപത്തിൽ എഡിറ്റോറിയൽ ചെയ്ത് അവരുപയോഗിച്ചൊക്കെ ബാലിശം, മാർ പാമ്പ്ലാനിയുടെ അഭിപ്രായം ബാലിശം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നമുക്ക് സ്മൃതി, നമ്മുടെ സഭയിലെ ചില സഭാ നേതാക്കൾ എടുക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ സമീപനം, ആ രാഷ്ട്രീയ സമീപനത്തിൽ അവരുടെ വിശ്വാസികൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടല്ലോ, അവരുടെ മറ്റു പുരോഹിതർക്കിടയിൽ ഭിന്നതയുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ ബാലിഷ് എന്നൊരു വാക്കുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സഭയെ മാത്രമല്ല ഒരു സമുദായ സംഘടനകളെയും ഇന്നേ വരെ ആക്ഷേപിച്ചിട്ടില്ലാത്ത ഒരേ ഒരു പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. പക്ഷെ വിമർശിക്കേണ്ട ഘട്ടങ്ങൾ വിമർശിക്കാതിരിക്കുകയും ചെയ്യരുതല്ലോ. ശ്രീ NP ചെക്കുട്ടി, ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ പാമ്പ്ലാനിയുമായി ബന്ധപ്പെട്ട് പല സഭാപിതാക്കന്മാർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നു. അവരത് പറഞ്ഞിട്ടുമുണ്ട്. വിശ്വാസികളും വ്യത്യസ്ത നിലപാടുകൾ പലയിടത്തായി പ്രകടിപ്പിക്കുന്ന നമ്മൾ കണ്ടു. അപ്പോൾ അത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് പറഞ്ഞുകൂടാ എന്ന് പറയുന്നതിന് എന്തർത്ഥം? CPM സംസ്ഥാന സെക്രട്ടറിക്ക് പറഞ്ഞുവിടാമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സെലക്റ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു രോഷമാണ് പാർട്ടി പ്രകടിപ്പിക്കുന്നത്. ഇപ്പം പിന്നെ MV ഗോവിന്ദൻ്റെ പേരിനെ ഗോവിന്ദച്ചാമിയായിട്ട് പേരുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് സഭയുടെ ഒരു വക്താവ് പറഞ്ഞു. പക്ഷേ അത് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പൊതുസമൂഹത്തിനകത്തിരിക്കുമ്പോൾ ദൈനംദിനമായ ഡിസ്കഷൻസിൻ്റെ സമയത്ത് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരും, പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരും, അതെല്ലാം വളരെ അമിതമായിട്ട് എടുക്കേണ്ടതില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പൊസിഷൻ എല്ലാ കാര്യത്തും വളരെ വ്യക്തമായിരുന്നു. അവർ സംഘപരിവാരത്തിൻ്റെ ഒരു പാർട്ടിയല്ല. തൃശ്ശൂർ ജയിച്ചു എന്ന് പറയുന്നു. തൃശ്ശൂർ RSS ജയിച്ചത് BJPയുടെ സംഘപരിവാരത്തിൻ്റെ വോട്ടാന്ന് പറയുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കും 4 or 5 സീറ്റുകളിൽ BJPയുടെ വോട്ട് സബ്സ്റ്റാൻഷ്യലായിട്ട് കൂടിയിട്ടുണ്ട്. അത് മുഴുവൻ ക്രിസ്ത്യാനികളെ വോട്ട് കൊണ്ട്. പാലക്കാട്ട് എങ്ങനെ വോട്ട് കൂടിയത്? ക്രിസ്ത്യാനികളെ വോട്ടാണ്. സുരേഷ് ഗോപിക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ നമ്മൾ തൃശ്ശൂർ കണ്ടതല്ലേ ശ്രീ NP ചെക്കുട്ടി? അതെ, ഉണ്ട്. അതെ, തൃശ്ശൂർ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ പിന്നെ BJPയുടെ ഭാഗത്തേക്ക് ചരിയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഉത്തരവാദികൾ സഭയാണ്, സഭാപിതാക്കന്മാരാണ് എന്ന് പറയുമ്പോൾ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു പ്രവചനമാണ്. അത് സഭയ്ക്കകത്ത്, ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് അനാവശ്യമായ ഭിന്നതകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ആണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് ശരിയല്ല. ആര് ചെയ്താലും ശരിയല്ല. ശരി, ഒരു 40 സെക്കൻഡിൽ പറയാമോ ശ്രീ ലാൽകുമാർ? അല്ല, ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. ഇവരൊക്കെ പറയുന്നത് കേട്ട് ഇതിനകത്ത് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലേക്കാണ് എല്ലാവരും പോയത്. ശ്രദ്ധിച്ചോ, ഇപ്പൊ എല്ലാവരും തെരഞ്ഞെടുപ്പിന് എങ്ങനെ വോട്ട് ചെയ്യുന്നു, ഇത് യഥാർത്ഥത്തിൽ ഇതൊരു സാമൂഹ്യ വിഷയമാക്കി സംസാരിച്ചവരില്ല. സത്യം അതാണ്. ഇത് എനിക്ക് നിശ്ചയമായി ഉറപ്പാണ്, എനിക്കൊരു സംശയവുമില്ല, പാമ്പ്ലാനി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ തല ഇരിക്കുന്നത് അമിത്ഷായുടെ കക്ഷത്തിലാണ്.
അതുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നത്. ഇവർ എന്നാ വിശദീകരണം നടത്തിയാലും എനിക്ക് ഒരു സംശയവുമില്ല. എത്ര പേടിച്ചാ, എത്ര സൗമ്യമായിട്ടാ കാര്യങ്ങൾ പറയുന്നത്. അതേ സ്ഥാനത്ത് എം വി ഗോവിന്ദ മാസ്റ്ററിനെ ഈ പറയുന്ന തോന്നിവാസം പറയാനായിട്ട് ഒരു മടിയില്ല. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ സ്ട്രെച്ച് പറയണമെന്ന് വെച്ചിരുന്നതാണ്. എനിക്കത് സമയം കിട്ടിയില്ല. നിങ്ങൾ വേറെ വഴി കൂടെ ചർച്ച പോയതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സ്ട്രെച്ചിൽ അത് പറയാൻ. അതിന് ബാലൻ മറുപടി പറഞ്ഞതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല. ശരി, വളരെ നന്ദി, വളരെ നന്ദി ഫാദർ ഫിലിപ്പ് കവിയിൽ, ചാക്കോ കാളംപറമ്പിൽ, എൻ ശ്രീകുമാർ, അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, എൻ പി ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ശ്രീ എ കെ ബാലനും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.